ഹലോ, ഇതൊരു പഴയ ഇന്നോവയാണ്. ഒരു 2012 മോഡലാണ്. ഇപ്പോൾ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്. ഈ വാഹനത്തിൽ ടി ബെൽറ്റ് എന്ന വാണിംഗ് ലാമ്പ് കത്തുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഓഡോമീറ്റർ നോക്കുകയാണെങ്കിൽ 1,50,96 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നോർമലി ടൊയോട്ടയുടെ പഴയ ഇന്നോവ ഫോർച്യൂണർ എന്നീ വാഹനങ്ങളിൽ 1,50,000 കിലോമീറ്ററിൽ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടതായിട്ടുള്ള ഇൻഡിക്കേഷനാണിത് നമ്മളിപ്പോൾ ടി ബെൽറ്റ് കാണുന്നത്. അപ്പോൾ ഈ ഇൻഡിക്കേഷൻ എങ്ങനെ ഓഫ് ചെയ്യാം എന്ന് നമുക്ക് ഡീറ്റെയിൽ പരിചയപ്പെടുന്ന വീഡിയോയിലൂടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു ടൊയോട്ട ഇന്നോവയാണ്. നമ്മൾ ടൊയോട്ട ഇന്നോവയിലും ഫോർച്യൂണർ അങ്ങനെയുള്ള വാഹനങ്ങളിലാണ് ടൈം ബെൽറ്റ് വരുന്നത്. പഴയ കോളേജിലും ടൈം ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ ടൈം ബെൽറ്റിൻ്റെ ടി ബെൽറ്റ് ലൈറ്റ് എങ്ങനെയാണ് കത്തുന്നതെന്ന് വെച്ചാൽ, ഈ വെഹിക്കിളിൻ്റെ ഓഡോമീറ്റർ 150, അതായത് 1,50,000 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇൻഡിക്കേഷൻ വരുന്നു. നമ്മൾ റീസെറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് 1,50,000 ഈ വാണിംഗ് ലാമ്പ് അതേപോലെ കത്തുന്നു. 1,50,000 ഇടവിട്ടാണ് ടൈം ബെൽറ്റിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ടൈം ബെൽറ്റ് അണയ്ക്കാം, ലൈറ്റ് ഓഫ് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തരാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്യാതെ ഈ ലൈറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്യാതെ ലൈറ്റ് ഓഫ് ചെയ്താൽ ടൈം ബെൽറ്റ് കുറച്ച് നാൾ കഴിഞ്ഞ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ടൈം ബെൽറ്റ് പൊട്ടിയാൽ എൻജിൻ്റെ ഹെഡ്, വാൽവ് അങ്ങനെയുള്ള പാർട്സ് എല്ലാം ഡാമേജ് ആകും. ചിലപ്പോൾ എൻജിൻ തന്നെ മാറേണ്ടി വരും. അതൊരു വലിയ എക്സ്പെൻസിലോട്ട് നിങ്ങളെ നയിക്കും. അപ്പോൾ ഇതാണ് ഒരു ഇന്നോവയുടെ ടൈമിംഗ് ബെൽറ്റ് കിറ്റ്. ടൈം ബെൽറ്റ് കിറ്റിൽ ഒരു ബെൽറ്റും കൂടാതെ ഒരു സ്റ്റിക്കറും കൂടെ വരുന്നുണ്ട്. സ്റ്റിക്കറിൽ നമുക്ക് ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്ത കിലോമീറ്ററും ഡേറ്റ് മെൻഷൻ ചെയ്ത് വെഹിക്കിളിൻ്റെ ടൈം ബെൽറ്റ് കവറിൽ സ്റ്റിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടൈം ബെൽറ്റ് മാറിയ ഡേറ്റും കിലോമീറ്ററും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ടൈം ബെൽറ്റ് വരുന്ന ഏരിയ. അപ്പോൾ ടൈം ബെൽറ്റ് മാറിക്കഴിഞ്ഞു, നമ്മൾ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ലൈറ്റ് അണയ്ക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് ടൈം ബെൽറ്റിൽ ലൈറ്റ് റീസെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് മീറ്റർ ഓടോയിൽ സെറ്റ് ചെയ്യുക. ഓടോയിൽ സെറ്റ് ചെയ്തിട്ട് ഇഗ്നിഷൻ ഓഫ് ചെയ്യുക. ഇഗ്നിഷൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മീറ്ററിൽ വരുന്ന പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക ഒരു 10 സെക്കൻഡോളം. എന്നിട്ട് നമ്മുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഓൺ ചെയ്യുമ്പോഴും കൈ എടുക്കാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ പുഷ് ബട്ടൺ റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ 15 എന്ന് എഴുതി കാണിക്കും. എന്നിട്ട് നമ്മൾ ഈ പുഷ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ 15 എത്തിയതിനു ശേഷം 15 ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മുടെ ടൈമിംഗ് ബെൽറ്റിൻ്റെ ലൈറ്റ് ഓഫായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇഗ്നിഷൻ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെഹിക്കിൾ. അപ്പോൾ ടൈം ബെൽറ്റിൻ്റെ ലൈറ്റ് റീസെറ്റ് ആയിട്ടുണ്ട്.